Hi everyone, my name is Archana. Archana Miss, ഞാനൊരു ബിടെക് ട്യൂട്ടറാണ്. എന്നെ എല്ലാവരും അറിയുന്നത്, എൻ്റെ ബിടെക് സ്റ്റുഡൻസ് എല്ലാം അറിയുന്നത് അർച്ചന മിസ്. ദിസ് ഈസ് ആക്ച്വലി മൈ സെക്കൻഡ് യൂട്യൂബ് ചാനൽ ഫോർ ദ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ്. ആൻഡ് എൻ്റെ ഫസ്റ്റ് ചാനൽ അർച്ചനാസ് അക്കാഡമി എന്നുള്ള ബിടെക് സ്റ്റുഡൻസിൻ്റെ ചാനലാണ്. അപ്പോൾ എൻ്റെ അക്കാഡമി, ഞാൻ എറണാകുളം ബേസ്ഡ് ആണ്, എറണാകുളത്ത് ഒരു അക്കാഡമി നടത്തുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അക്കാഡമിയിൽ സ്കൂൾ ട്യൂഷൻസ് ഒക്കെ പോകുന്നുണ്ട്, +2. സോ എൻ്റെ കുറേ സ്റ്റുഡൻസിൻ്റെ, പിന്നെ ബിടെക്കിൻ്റെ ക്ലാസ്, എക്സാം കോച്ചിങ്, അങ്ങനെ പോകുന്നൊരു അക്കാഡമിയാണത്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ പാരൻസ് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ സ്കൂളുകാർക്ക് ഫിസിക്സും മാത്സും വീഡിയോ ചെയ്യാമെന്ന് തീരുമാനമെടുത്തത്. അങ്ങനെ 8th മുതൽ CBSEയുടെ ICSEയുടെ സ്റ്റേറ്റ് ചെയ്യുന്നില്ല കേട്ടോ, 8th മുതൽ CBSE ICSE ഫിസിക്സ് ആൻഡ് മാത്സിൻ്റെ വീഡിയോസ് ചെയ്യാൻ പോകുന്നൊരു ചാനലാണിത്. സോ ഇന്നിപ്പോൾ ഞാൻ 9th CBSE ഫിസിക്സിൻ്റെ ചാപ്റ്ററാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ 2026 റിവൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് വീഡിയോസ് പോകുന്നത് കേട്ടോ. നിങ്ങളുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്ക്രൈബിങ് മോഷൻ അറൗണ്ട് അസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് മോഷനെ ബേസ് ചെയ്തിട്ട് ആ ചാപ്റ്ററിനകത്തുള്ള കുറച്ച് ടേംസും. ഇതിൽ ഡിസ്ക്രൈബിങ് മോഷൻ അറൗണ്ട് അസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള ദ ഫസ്റ്റ് ടേം ഇസ് പൊസിഷൻ. ഓക്കെ, പൊസിഷൻ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് അങ്ങനെ പഠിക്കാം, നമുക്ക് ബേസ് ചെയ്യുന്നേ പഠിച്ചു പോവാം. അപ്പോൾ എന്താണ് പൊസിഷൻ? ഇപ്പൊ ഞാൻ നിങ്ങളെ ക്ലാസ് എടുക്കാൻ ഈ ബോർഡിന്റെ ഫ്രണ്ടിൽ ഞാൻ ഈ ഒരു പോയിന്റിൽ നിൽക്കുന്നുണ്ട്. സോ ഇപ്പൊ ഞാൻ നിൽക്കുന്ന പോയിന്റ് ചെയ്തിട്ടുള്ള ഇതാണ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ പോയിന്റ് ചെയ്ത് ഞാൻ നിൽക്കുന്ന പോയിന്റ് ആണ് എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇവിടെ ഞാൻ നിന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് എൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു, അല്ലെ? ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ വാട്ട് ഈസ് പൊസിഷൻ? ക്ലിയർ ആയോ? പൊസിഷൻ എന്ന് പറയുന്നത് ഏതൊരു ഒബ്ജക്റ്റും പോയിന്റ് ചെയ്ത് അല്ലെങ്കിൽ ഓറിയന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പോയിന്റിനെയാണ് അവരുടെ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് പൊസിഷൻ എന്ന് പറയുന്നത് മിസ് ഇവിടെ ഡിഫൈൻ ചെയ്യാം. The location of an object. നിങ്ങൾ നോട്ട്സ് വേണമെങ്കിൽ എഴുതിയെടുക്കണേ. The location of an object with respect to a particular point. With respect to a particular point is called position. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, ഒരു പെർട്ടിക്കുലർ ടൈമിൽ, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനെയാണ് നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ ഈ ചാപ്റ്ററിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് അല്ലെങ്കിൽ 2 പോയിന്റ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പോൾ മിസ് അടുത്ത് പറയുന്ന പോയിന്റ് ഡിസ്റ്റൻസ്. Actual path traveled by an object is the distance. Actual path traveled. Actual path traveled by an object is the distance. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ ഈ ആക്ച്വൽ പാത്ത്? ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുക, മിസ് ഇപ്പം ഇവിടെ നിൽക്കുക, ഞാൻ ഇവിടെ നിൽക്കുകയാണെ, ഇവിടെ നിന്ന് വരെ വന്നു, കാണാമോ? മിസ് ഇപ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്തു. ആ ഒരു പോയിന്റിൽ നിന്ന് നടന്ന് ഞാൻ ഇത്രയും ദൂരം വന്നെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഞാൻ പൊസിഷൻ ചേഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായ ചേഞ്ച് എന്താണ്? ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അല്ലേ? അപ്പൊ ഞാൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആക്ച്വൽ പാത്ത് ഏതാണ്? ഈ സ്ട്രെയിറ്റ് ഞാൻ ഇങ്ങനെ ഹൊറിസോണ്ടലി നടന്നില്ലേ, ഇതാണ് ഞാൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആക്ച്വൽ പാത്ത്. അത്രയും പാത്ത് മൂവ് ചെയ്തപ്പോൾ എനിക്ക് ഡിസ്റ്റൻസ് കിട്ടി. ക്ലിയർ ആണോ? ദിസ് ഇസ് ദ ആക്ച്വൽ പാത്ത് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ് ഈസ് ദ ഡിസ്റ്റൻസ്. ഇനി ഡിസ്റ്റൻസിന്റെ കുറച്ച് സെന്റൻസ് ചെയ്താൽ എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. The distance traveled by an object is the actual length covered by an object. It is a scalar quantity and its unit is meter. എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് മിസ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഈ ഒബ്ജക്റ്റിന് ഇവിടം വരെ പോകണം. അപ്പോൾ അതെങ്ങനെ പോവാം? അതിങ്ങനെ പോകുന്ന പാത്ത് ഇങ്ങനെയാണ്. ഇങ്ങനെ പോയി ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തു, ഇവിടം വരെ വന്നു, പിന്നെ ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു, ഇത്രയും വരെ വന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുകയാണ് ഇവിടെ 8 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, ഇതും 12 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, again 7 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ and 5 centimeter. Okay,
ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ എ എന്ന പോയിന്റിൽ നിന്ന് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ്, പാത്ത് ട്രാവൽ അല്ലേ, ആക്ച്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആക്ച്വൽ ലെങ്ത് കവർ ചെയ്തല്ലേ. അപ്പൊ എങ്ങനെയാ, ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു 8 പ്ലസ് 12 പ്ലസ് 7 പ്ലസ് 12 പ്ലസ് 8 പ്ലസ് 12 പ്ലസ് 5 പ്ലസ് 9 അല്ലേ. എത്ര വരും? 20 20 40 40 20 60 64 64 71 centimeter. This 71 centimeter is the total distance covered by this object A. ഓക്കെ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ആ ഒബ്ജക്റ്റിന് ഈ ഒരു പോയിന്റിൽ എത്തണമായിരുന്നു, ബി എന്ന പോയിന്റിൽ എത്തണമായിരുന്നു. അപ്പൊ അത് ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തത് ഇങ്ങനെയാണ്. അതായത് ആക്ച്വൽ പാത്ത് എന്താണോ നടന്നു പോയത്, അല്ലെങ്കിൽ ആക്ച്വൽ പാത്ത് എത്രയാണോ ആക്ച്വൽ ലെങ്ത് കവർ ചെയ്തത്, അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി, എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി? സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പൊസിഷൻ മാത്രമുള്ള ടേംസിനെയാണ് scalar quantity. Scalar quantities does have only the position, and vector quantity have the position and direction ഉണ്ടാവും. ഇവിടെ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പാത്തിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതാണ് ആക്ച്വൽ പാത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിസ്ക്രൈബ്ഡ് ഓർ ദ പ്രിസ്ക്രൈബ്ഡ് വേ എന്ന് പറയുന്നത്, ഡിസ്ക്രൈബ്ഡ് വേ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ ഡിസ്ക്രൈബ്ഡ് വേയിൽ കൂടി മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണുള്ളത്, പാത്ത് പൊസിഷൻ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പൊസിഷൻ തന്നിട്ടുള്ളതല്ല, ഡിറക്ഷൻ എന്ന് പറയും, ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന് തന്നെ എന്തേ ഉള്ളൂ, സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, അതിന് പൊസിഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ വെക്ടർ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിന് പൊസിഷനും ഡയറക്ഷനും വരും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് മീറ്റർ. ഞാനിപ്പോ സെന്റിമീറ്റർ റെപ്രസെന്റ് ചെയ്തു. SI യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണലി യൂസ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, മീറ്റർ ആണ്. ഇനി നമുക്ക് അടുത്ത ടേം ഡിസ്പ്ലേസ്മെന്റ് എന്ന് എഴുതാട്ടാ. Displacement of an object is the change in position of the object when it moves from a given position to another position. It is equal to the length of the shortest path measured in the direction from the initial position to the final position of the object. It is a vector quantity and its unit is meter. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സ്കെയിലർ ക്വാണ്ടിറ്റിയിൽ പൊസിഷൻ മാത്രമേ ഉള്ളൂ, വെക്ടർ ക്വാണ്ടിറ്റി ആകുമ്പോൾ പൊസിഷനും ഡിറക്ഷനും വരും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട് തോന്നുമായിരിക്കും, അപ്പൊ തന്നെ ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും ഡിറക്ഷൻ അല്ലേ. ഇപ്പൊ മിസ് എക്സാമ്പിൾ വരച്ച് കാണിക്കാം. ഞാനിപ്പോ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, അതിന് ഇവിടെ വരെ പോണം. ഇതാണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ. എങ്ങനെയൊക്കെ പോവാം, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് പോവാം. അപ്പോ നമുക്ക് 3 വേ കാണുന്നുണ്ട്. അതായത് ആക്ച്വൽ പാത്ത് എന്ന് പറയാൻ ഏതെങ്കിലും ഉണ്ടോ? ഒരു ഡിസ്ക്രൈബ്ഡ് വേ പറഞ്ഞിട്ടില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവിടെ എത്താം. ആൻഡ് പോകുമ്പോൾ കുറെ വളവും തിരിവും ആംഗിളും ഇൻക്ലിനേഷനും എല്ലാം വരുന്നുണ്ട് അല്ലേ. അങ്ങനെ ആ ആംഗിൾ ഇൻക്ലിനേഷൻ വരുന്നതിനെയാണ് നമ്മൾ ഡിറക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ 4 ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് ഇപ്പൊ ഡിറക്ഷൻ അല്ലേ. അതുപോലെ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോവാം, സ്ലാൻഡിങ് ഡയഗണലി പോവാം, ആൻഡ് ഇങ്ങനെ പോകാം. അപ്പൊ നമുക്ക് 3-4 വേസ് ഉണ്ട് അവിടെ എത്താൻ. അതിനനുസരിച്ച് ഇൻക്ലിനേഷൻസ് വരുന്നുണ്ട്. ഡിറക്ഷൻ, പൊസിഷൻ, നിൽക്കുന്ന പൊസിഷൻ ഒരേ ഡിറക്ഷനലി പോകാതെ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി പോകാതെ പോകുന്ന പാത്വേയുടെ പൊസിഷൻ ചേഞ്ച് ആവുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ പാത്വേയുടെ പൊസിഷൻ ചേഞ്ച് ആവുന്നതിനെയാണ് നമ്മൾ ഡിറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു പൊസിഷനും ഉണ്ട്, ഡിറക്ഷനും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്തെന്ന് പറയും, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. മിസ് അക്കാഡമി പഠിപ്പിക്കുമ്പോൾ പറയും ഇങ്ങനെ പിടിച്ച ഡിസ്റ്റൻസ്, ഇങ്ങനെ ചുറ്റി വന്ന ഡിസ്പ്ലേസ്മെന്റ്. ബിക്കോസ് 360 ഡിഗ്രി റൊട്ടേഷൻ എടുത്തു. ഇതിപ്പോ ഇവിടെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് തൊടാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന നോർമൽ ഡിസ്ക്രൈബ്ഡ് പാത്ത് വേ ആണ്, ഒറിജിനൽ വേ ആണ്, അത് നമുക്ക് നേരെ പോവാം. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ചുറ്റി പൊസിഷനും എടുക്കണം, ഡയറക്ഷനും എടുക്കണം, എന്നാലേ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അച്ചീവ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? അതാണ് ഇങ്ങനെ ഞാൻ വരച്ച് കാണിച്ചത്. ഇനി നിങ്ങൾ വായിച്ചു നോക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട്. പൊസിഷൻ ചേഞ്ച് ചെയ്തു.
വെൻ ഇറ്റ് മൂവ്സ് ഫ്രം എ ഗിവൺ പൊസിഷൻ ടു അനദർ പൊസിഷൻ, ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിൽ പോകുമ്പോൾ എന്താണ് ആ ലെങ്ത് അല്ലെങ്കിൽ പാത്വേ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. ഇപ്പൊ ഈ ഒരു ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള കവേർഡ് ഡിസ്റ്റൻസിൽ ഇവിടെ ലെങ്ത് കൂടുതലാണ്, ഇവിടെ ലെങ്ത് കൂടുതലാണ്. പക്ഷെ സ്ലാൻഡിങ് ആയിട്ട് പോയാൽ അല്ലെങ്കിൽ ഡയഗണലി പോയാൽ എന്ത് സംഭവിക്കും? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മാത്രമേ എക്സേർട്ട് ആവുന്നുള്ളൂ അല്ലെ. ഷോർട്ടസ്റ്റ് പാത്ത് മെഷേർഡ് ഇൻ ദ ഡിറക്ഷൻ ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ, ഷോർട്ടസ്റ്റ് പാത്ത് എക്സേർട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെക്ടർ ക്വാണ്ടിറ്റി ഷുഡ് ഹാവ് direction and what? Position. Position direction ആണ്. Direction position ഉണ്ടെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് യൂണിറ്റ് is മീറ്റർ. അതാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇന്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ് is the മീറ്റർ. അപ്പോൾ പൊസിഷൻ പറഞ്ഞു, ഡിസ്റ്റൻസ് പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു. ഡിസ്റ്റൻസ് എന്താണോ പറഞ്ഞ അത് തന്നെയാണ് an object moving in a സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഡിസ്റ്റൻസ് ആണ് അവിടെ കവർ ആവുന്നത്. സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പാത്ത് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിന്റെ പാത്ത് കവറപ്പ് ആവുമ്പോൾ അത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ ആണോ? അർച്ചനാസ് അക്കാഡമി ഫിസിക്സ് മാത്സ് യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെൻറ്റ് ചെയ്ത് ഒന്ന് ആൻസർ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു.